അത് കഴിഞ്ഞ് നമ്മുടെ ദേശായി ബംഗ്ലാവില് ഒരു പൂച്ച നടക്കാൻ പോവാണ്. പൂച്ചല്ല പൂച്ച. അപ്പൊ പൂച്ചയ്ക്ക് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അത് അങ്ങോട്ട് കയറി നിൽക്കും. ഇത് നമ്മുടെ അഞ്ജലി കാണും. അഞ്ജലി 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കണേ. അഞ്ജലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് അമൃതയുടെ സ്റ്റൂൾ അങ്ങോട്ട് തട്ടിയിടും. സ്റ്റൂള് തട്ടിയിട്ട് അഞ്ജലി പിന്നെയും ആ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴേക്കുമാണ് അമൃത മറിഞ്ഞ് വീഴണത്. അമൃത മറിഞ്ഞ് വീഴുമ്പോ ഡോറിന്റെ ഉള്ളിൽ കൂടെ നടന്നു വന്ന് അർജുന്റെ മേത്തേക്ക് വീഴും. എന്നിട്ട് രണ്ടുപേരും ഒരു 5 മിനിറ്റ് അവിടെ കിടന്ന് ശയന പ്രദർശനം നടത്തും. അവിടെ ഇറക്കൊന്നുമില്ലല്ലേ, പിന്നെ എന്തിനാ കിടന്ന് ഉരുളണേ? അവൻ എവിടെയെങ്കിലും കിടന്നൊന്നും ഉരുളട്ടടാ. അത് പോയിന്റ് ഉരുണ്ടോ? ആരെങ്കിലും സ്റ്റൂൾ പിടിക്കാൻ നിർത്തിയിട്ട് വേണ്ടേ അതിന്റെ മുകളിൽ കയറാൻ? അമൃത അപ്പോ സ്റ്റൂളൊന്നും പിടിക്കണ്ട, എനിക്കത് ഇഷ്ടായി. നല്ല ഉരുളായിരുന്നു. അമൃതക്ക് ഒരു ഉരുളലിൽ എന്തൊക്കെയായിട്ടാ. ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിയുമ്പോ നമ്മുടെ അഭിഷേക് വർഷയ്ക്ക് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കും. എന്തൊരു സ്നേഹമുള്ള ഭർത്താവ് ഈ അഭിഷേക്. അമ്മയുടെ ചികിത്സയ്ക്ക് ഇപ്പൊ സാമി മായാവതിനോട് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വർഷേനെ എന്തോ പൂജ ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കുന്ന ഭീഷണിപ്പെടുത്തിയത് കണ്ടിട്ട് മായാവതി വർഷനോട് 1 ലക്ഷം രൂപ ചോദിക്കും. വർഷ അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അഭിഷേകിനോട് 1 ലക്ഷം രൂപ ചോദിക്കും. പക്ഷെ അഭിഷേകിന്റെ പൈസ ഇല്ല. 17,500 രൂപ. അഭിഷേകിന് 25,000 രൂപയും കണ്ടാണ് ഒരു മാസം കിട്ടുന്നത്. അതിൽ 7,500 രൂപയ്ക്ക് അഭിഷേക് ബാഗ് വാങ്ങിച്ചിട്ട് 17,500 രൂപ വർഷേനെ ഏൽപ്പിക്കും. ഇത് ബാഗ് വാങ്ങിയതിന്റെ ബാക്കിയാ. 7,500 രൂപയുടെ ബാഗാ ഇതാ. ഫുട്പാത്തിൽ 200 രൂപ. ദേശായി കുടുംബത്തിൽ ഒരു പൂച്ച നടക്കണ്ടല്ലോ. അപ്പൊ ഈ പൂച്ച നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുടുംബക്കാരൊക്കെ വരണം. വല്യച്ഛനും മായാവതി എല്ലാവരും വരും. പായസം കൊച്ചു വല്യച്ഛന് രോഗമൊന്നും വരില്ല. അമൃതയുടെ പുതിയ കണ്ടുപിടുത്തം കണ്ട. മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവർക്ക് ഒരു രോഗവും വരില്ല. അപ്പൊ ഈ അസുഖം വന്ന ആൾക്കാർക്കൊന്നും സ്നേഹമില്ല എന്നാണ് അമൃത പറയണേ. 10ാം ക്ലാസ്സിന്റെ ബുദ്ധിയല്ല, നീ ക്ഷമിച്ചോളാ. എന്റെ സംശയം അതല്ല, ഇയാള് പായസം ആണോ കുടിക്കണത് കഞ്ഞിയ? അങ്ങനെ പൂച്ച നടക്കാൻ പോവാണ്. പൂച്ചാരി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃത, വേറെ. അപ്പൊ പൂച്ചയുടെ ഭാഗമായിട്ട് അമ്മൂമ്മ ആരതി ഒഴിയും. ഇനി വർഷയും അഭിഷേകിനെയും ആരതി ഒഴിയട്ടെ. വേണ്ട മധു. അമൃതയുടെ ഒഴിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ ഉമ്രുള പറയും വർഷയ്ക്കൊന്നും ഒഴിയണ്ട. ഇത് പാർഷ്യാലിറ്റി ആട്ടോ ഉമ്രുള ദേവി. അമൃത മൂത്ത മരുമകളാ. ശരി, ഈ ഉമ്രുള ദേവിയാണ് ആ വീട്ടിൽ പാർഷ്യാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വർഷേ അഭിഷേകം വന്നോളൂ. അപ്പൊ മുത്തശ്ശി അറിയും അതൊന്നും പറ്റില്ല, 2 പേർക്ക് ഞാൻ ആരതി ഒഴിയും, 2 പേരും ഇവിടുത്തെ മരുമക്കളാന്ന് പറയും. അപ്പൊ ഉമ്രുള പിന്നെ ശശി. അത് കഴിഞ്ഞ് എന്തിനാണെന്ന് അറിയില്ല, എല്ലാ എപ്പിസോഡിലും അമൃത കരയണം. അപ്പൊ ഉമ്രുള അല്ലെങ്കിൽ അർജുൻ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അമൃതനെ ചീത്ത വിളിക്കും. അങ്ങനെ ചീത്ത വിളിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഉമ്രുള ദേവിക്കെതിരെ അമൃത ഇങ്ങനെ പറയും, എനിക്ക് വിവാഹം ഇഷ്ടമാണെന്ന് ചോദിച്ചോ? കരച്ചില് മാത്രമല്ല അമൃതയ്ക്ക്, ടെററാവാനും അറിയാം അല്ലെ? ഇതിനൊക്കെ കാരണം അമ്മയുടെ മകനാ. ഉമ്രുള ദേവി ബി ലൈക്ക് അവിടെ കിടന്നിരുന്ന പട്ടിയുടെ വായിൽ ഓരിട്ട് കളിക്കുക ഇവിടെ സംസാരിച്ചു തുടങ്ങിയിട്ട് നിർത്തവളല്ല. ആദ്യ രാത്രിയില് ഏറെ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന ഒരു വധുവിനെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ കേറി കിടക്കുന്ന ഒരു ഭർത്താവിനെ അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു. ഉമ്രുള ദേവി ബി ലൈക്ക് ഈശ്വര, ഇനി അർജുൻ ഗേയാണ്. എന്റെ വിധി. എല്ലാ വീട്ടിലും ഉള്ളതാ ഇതില് വലിയ പ്രശ്നങ്ങൾ. ആണോ? പക്ഷെ നിങ്ങളുടെ വീട്ടിൽ അത്ര ഒരു കുടുംബത്തിലും ഉണ്ടാവില്ല എന്റെ ഉമ്രുള ദേവി. അതാരും അറിയുന്നില്ലാന്ന് മാത്രം. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ പകുതി പ്രശ്നം സോൾവ്. കുടുംബത്തെ നേർവഴിക്ക് നയിക്കേണ്ടവളാ ഭാര്യ. ഓ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാവും. ഒരു സ്ത്രീ അവള് പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നല്ലേ പറയാൻ. മകളായി, അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി സ്നേഹം പങ്കിട്ട് ജീവിക്കുമ്പോഴാ. ഇത്ര ആയി കഴിഞ്ഞ മരിച്ചോല്ലേ, പിന്നെ എന്നിട്ട് പൂർണ്ണത? എല്ലാ പുരുഷനും അസൂയപ്പെടുന്നത് അവളുടെ മാതൃത്വത്തെ നോക്കിയ. എന്റെ പൊന്നുമുള്ള ദേവിയെ അപവാദം പറയരുത്, എനിക്കൊരു അസൂയില്ല. അമ്മയൊരു സത്യവും അച്ഛനൊരു വിശ്വാസവുമാണെന്ന്. അത് ശരിയാ. എന്നിട്ട് എനിക്ക് വിളിച്ചു പറയണം ഇവൾ എന്റെ മരുമകളാണെന്ന്. എന്റെ മരുമകൾ കേട്ട് ഞാൻ മടുത്തു. നിങ്ങക്ക് ഞാനൊരു ടാസ്ക് അറിയാം.
ചന്ദ്രമഴ സീരിയലിൽ ഉമർല ദേവി എന്റെ മരുമകളിന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്ത് കമന്റ് ഇടും. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിന്റെ പേര് ചന്ദനമഴ എന്ന് മാറ്റി ഒന്നില്ലെങ്കിൽ കണ്ണീർ മഴ എന്നാക്കണം, അല്ലെങ്കിൽ എന്റെ മരുമകൾ എന്നാക്കണം. ഇത് രണ്ടുമാണ് ഇതിന് സ്യൂട്ടബിൾ പേര്. ഈ ചന്ദനമഴ ആരുടെ ഇട്ട്, അല്ലെങ്കിൽ ഇവളുടെ പേര് ചന്ദന എന്നായിരിക്കണം. ഇതൊന്നുമല്ല. വീട് വിട്ട് പോകാമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോക്സിക് ഭീഷണി ഇറക്കിയിട്ട് ഉമർല ദേവി ഇറങ്ങിപ്പോകും. പൂജയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മായാവതി തിരിച്ചിറങ്ങാൻ പോകുന്ന നേരത്ത് വർഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മായാവതിനെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചേനെ എടുത്തിട്ട് അങ്ങോട്ട് വട്ടം ചാടിക്കും. അമ്മേ, പിന്നെ ബാക്കിൽ നിന്ന് വിളിക്കും, മധുമതി തുമ്മും. അപ്പൊ ഇതൊക്കെ അപലക്ഷണമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് മായാവതി അവിടെ തന്നെ നിൽക്കും. മാഡത്തിന്റെ മുമ്പിൽ സ്വാമി ഇരിക്കില്ല, അത് സ്വാമിയുടെ ഒരു ശൈലിയാ. അത് സ്വാമിയുടെ ഒരു ശൈലിയ. AC കിടന്നാലേ പനി കൂടും. ഇപ്പൊ മായാവതിക്ക് പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ മായാവതിക്ക് പനി ആയതുകൊണ്ട് ഉമർല ദേവി മായാവതിനെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു മൂലയ്ക്ക് കൊണ്ട് കിടത്തും. പാവയ്ക്കാ നീര് കുടിക്കാൻ കൊടുക്കും. പാവം നമ്മുടെ മായാവതി അവിടെ നിൽക്കാൻ വേണ്ടിട്ട് അത് മൊത്തം കുടിക്കും. ഷെൽഫിൽ വെക്കാം. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ അമൃത വെറുതെ അവിടെ ഇരിക്കുന്ന ഒരു സ്യൂട്ട് കേസ് തുറന്നു നോക്കും. അപ്പൊ അതിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടും. ഇവനെന്താടാ സത്യം തെളിയിക്കാൻ വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം. പോലീസോ? ഈ 1 ലക്ഷം രൂപ കയ്യിലെടുത്ത് പിടിച്ചേന്. എന്നാലും എന്റെ അമൃത, നീ ഇതെങ്ങനെ ഇത്രയും കരയണേ? നീ കരയണതൊക്കെ കൂടി ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അതില് നമുക്ക് ഉപ്പ് സർബത്ത് കലക്കി കൊടുക്കരുത്. ടോക്സിക് അർജുൻ. എടാ, ഇവൻ എങ്ങനെയാണോ ഇങ്ങനെ അഭിനയിക്കണേ? ഇതൊക്കെ കേട്ട് നമ്മുടെ അമൃതേനെ ഒറ്റത്തള്ളു. അമൃതയുടെ കിളി പോവും. ഏട്ടത്തി, നീ വല്ല കഞ്ചാവാണ് വലിക്കാൻ കൊടുത്തേ? ഇതെന്താ റോബോട്ടാ? ഇതിനിടയ്ക്ക് നമ്മുടെ വർഷ വേറൊരു സത്യം അറിയും. കൊട്ടാരത്തിൽ രാജാവിനും രാജ്ഞിക്ക് മാത്രമാണ് അധികാരം. രാജാവിന്റെ അനുജനും ഭാര്യയൊക്കെ അടിമകളാ. വല്ലാത്ത ജാതി നയമങ്ങളാട്ട് നമ്മുടെ ദേശായി കുടുംബത്തില്. പൂജയായിട്ട് അമൃതമോളെ കണ്ടില്ലല്ലോ. പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ അമൃതേനെ കാണാനില്ലെന്ന്. അത് ഞാൻ വെള്ളം പിടിക്കാൻ പൈപ്പ് തുറന്നു വെച്ചതാ. ഇവൻ എന്തിനാ റൂമിൽ വന്നിരുന്നുണ്ട് ബാത്റൂമിൽ വെള്ളം പിടിക്കാൻ പൈപ്പ് തുറന്നിട്ടാണ്. ഇനി മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ അവളെവിടെ പോയി? അല്ല, ഇവന്മാരുടെ സ്ലോ മോഷൻ ഡയലോഗും ഒക്കെ കഴിയുമ്പോ അവിടെ വെള്ളം നിറഞ്ഞു പോല. ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവളെ കാണുന്നില്ലാന്ന്. അങ്ങനെ ഉമർല ദേവി ആ സത്യം മനസ്സിലാക്കും. അമൃതയെ കാണാനില്ല. റൈറ്റ് സൈഡ് നോക്കാം, നീ ലെഫ്റ്റ് സൈഡ് നോക്ക്. അമൃതയെ തപ്പി എല്ലാവരും ഇറങ്ങും, അർജുൻ ഒഴികെ. ഒന്ന് മാറി. പക്ഷെ എന്താ കാര്യം, കിട്ടൂല. 25 ലക്ഷത്തിൽ 1 ലക്ഷം കാണാനില്ല. അപ്പൊ നമ്മുടെ അർജുൻ പറയും 1 ലക്ഷം രൂപ ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അത് അമൃതയാണെന്ന് പറയും. പക്ഷെ ശരിക്കും 1 ലക്ഷം അടിച്ചു മാറ്റി തരാന്നറിയോ? നമ്മുടെ മായാവതി. അങ്ങനെ തപ്പിപ്പോയവരുടെ അടുത്തേക്ക് ഓടിന്റെ മോളിൽ നിന്ന് ഒരു പേപ്പർ പറന്നു വരും. യെസ്, അമൃത ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. എന്നാലും നമ്മുടെ അമൃത അവിടെ പോയി. അങ്ങനെ അന്വേഷിച്ചും പിടിച്ചും ലാസ്റ്റ് നമ്മുടെ വല്യച്ഛൻ ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോ നിലത്ത് കുപ്പിവള പൊട്ടിക്കിടക്കുന്നത് കാണും. ഈ വളയുടെ പുറകെ പോയി 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 ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോ അമൃത അവിടെ ഔട്ട് ഹൗസിൽ ഒരു റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ മോഷ്ടിച്ചില്ലേ എന്ന് പറയുന്നു. 3 ദിവസം അവിടെ ഉറങ്ങാണ്ട് കിടന്നിട്ടും ഒരു മാറ്റമില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി അർജുൻ നന്നാവുന്നു. പക്ഷെ അർജുൻ ഒരു മാറ്റമില്ലടേ. ഇതൊരു സൈക്കിളാണ്. അതായത് അർജുൻ അമൃതേനെ അടിക്കുന്നു, ഉമർല ദേവി അമൃതേനെ അടിക്കുന്നു, അമൃത കരയുന്നു, റിപ്പീറ്റ്.